ഞാനും അഭിയൊക്കെ ഒരേ സമയത്ത് സിനിമകൾ ചെയ്തു തുടങ്ങിയതാണ്. ആ സമയത്ത് തന്നെ അഖിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ആളാണ്. അപ്പൊ ഞങ്ങൾ ബാക്കിലിരുന്ന് പറയായിരുന്നു, ഒരു അതിശയവുമില്ല അഖിൽ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിൽ. കാരണം എനിക്ക് ഏറ്റവും 2018-19 സമയത്ത് ഞാൻ ജോസഫ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എനിക്ക് അഖിൽ കുറെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഒരുപാട് സമയത്ത് കൂടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അഖിൽ പറയുന്ന തോട്ട്സ് ഇതൊക്കെ ഇപ്പൊ സംഭവിക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറം അഖിൽ സംഭവിപ്പിച്ച് കാണിച്ചു തന്നു എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ അഭി പറഞ്ഞ പോലെ ബിഗ് ബോസില് ആ കിരീടം ചൂടി നിൽക്കുമ്പോൾ ഏറ്റവും അഭിമാനിച്ച കുറച്ച് ആൾക്കാരിൽ ഒരാൾ ഞാനായിരുന്നു. കാരണം അഖില് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച കാര്യങ്ങൾ സംഭവിപ്പിച്ചെടുത്ത ആളാണ്. അപ്പോൾ ശരിക്കും ഒരു റോൾ മോഡൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ സുമതി വളവിനെ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അഭിലാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞത് അഖിലിനെയാണ്. കാരണം ഈ രണ്ടുപേരുടെ DNA വേറെയാണെങ്കിലും രണ്ടുപേരുടെ രീതികൾ ഒന്നാണ്, രണ്ടുപേരുടെയും സ്വപ്നങ്ങളെ എത്തിപ്പെടുന്ന രീതി ഒന്നാണ്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് അളിയ.